ഞാൻ ഈ ഇടവകക്കാരനാണ്. കുന്നപ്പള്ളിശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻ ഇടവകക്കാരനാണ് ഞാൻ. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ഇവിടെ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഇവിടെ ഈ ഇടവകയിലെ CJ ജോയിയുടെ മകള് നിഷ തെരേസൻ സിസ്റ്ററിന്റെ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ സിസ്റ്ററിന്റെ ജൂബിലി നടത്താനായിട്ട് അവര് ഇവിടെ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ നിലവിൽ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞതായിട്ട് പറഞ്ഞില്ല. സിസ്റ്റർ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇവിടെ പറഞ്ഞ അച്ഛൻ ആദ്യം ലെറ്റർ വെച്ച് പറഞ്ഞതാണ് ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് കുർബാനയുണ്ട്, ആ കുർബാനയിൽ നടത്തിക്കോളാൻ പറഞ്ഞു. പക്ഷെ അവര് അത് പറ്റില്ല. ഇന്ന ദിവസം തന്നെ 28-ാം തീയതി തന്നെ ഈ 10 മണിക്കുള്ള കുർബാനയിൽ നടത്തണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അപ്പൊ അത് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ആകെ ഞായറാഴ്ച ഒരു കുർബാനയുള്ള ആ കുർബാനയ്ക്ക് 10 മണി ഇവിടെ ഔദ്യോഗിക അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ അപ്പൊ അവരതിനെ മറികടന്നുകൊണ്ട് അവർ കോടതിയിൽ അവർ പോയി അവിടെ നിന്ന് കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങിക്കാണ് ഇത്. ഒരു അനുവാദം വാങ്ങിച്ചു. പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടു. പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടെങ്കിലും അവിടെ കോടതിയിൽ വാദിച്ച് പറഞ്ഞ ഇതാണ്, കോടതി പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് 4ാമത് പറയുന്ന വ്യക്തിയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത് 4ാമത് പറയുന്ന വ്യക്തി കംപ്ലൈന്റ് പിതാവാണ്. പിതാവിന്റെ ഓർഡർ കൊടുത്തിട്ടുണ്ടായില്ല. പിതാവിനെ വഞ്ചിച്ചുകൊണ്ടാണ് ആ വക്കീൽ അവിടെ സംസാരിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും പിതാവിന്റെ അനുവാദം ഇല്ലാതെയാണ് ഇവിടെ ഇങ്ങനെ ഒരു അനുവാദം കിട്ടിയെന്ന് പറഞ്ഞത്. ഞങ്ങളായിട്ട് നേരെ അന്ന് രാത്രി തന്നെ പിതാവുമായിട്ട് ബന്ധപ്പെട്ടു. പിതാവിൽ നിന്ന് ഒരു ലെറ്റർ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ആ പിതാവ് ലെറ്റർ CIക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരം ഞങ്ങൾ ധൈര്യമായിട്ട് നിന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നോക്കിയപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പള്ളി പൂട്ടിയിട്ടുള്ള ആവശ്യം, ഞങ്ങളുടെ പള്ളിയിൽ ഔദ്യോഗികമായിട്ട് കുർബാന ഏൽപ്പിക്കാത്ത സാഹചര്യം വന്നപ്പോൾ പള്ളി ഇവിടെ പൂട്ടിയിട്ടു, ഗേറ്റും പൂട്ടിയിട്ടു. അങ്ങനെ സംഭവം ഉണ്ടായത്. പോലീസുകാർ എത്തിച്ചേർന്നു. തുടർന്ന് അവർ വന്നു. പരിപാടികളൊന്നും നടന്നില്ല. തിരിച്ചവർ പോവുകയും ചെയ്തു. ഇതാണ് സംഭവം.